ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മുടെ ഒരു ഈവനിങ് റൊട്ടീനാണ്. കുട്ടികളെല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മുടെ സ്വന്തം ഒരു സബ്സ്ക്രൈബർ കുട്ടി അവരിത് വിൽക്കുന്നുണ്ട് കേട്ടോ. ആ ചെടികളൊക്കെ അങ്ങനെ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. മണ്ണൊക്കെ ചെറുതായിട്ടൊന്നും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോട്ടിൽ സെറ്റ് ചെയ്യാണ്. ഈ പോട്ടും ആ കുട്ടി നമുക്ക് അയച്ചു തന്നതാണ്. ഇനിയൊരു ബോക്സും കൂടി ഉണ്ട്. അത് ആക്ച്വലി വന്നിട്ടില്ല. വന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ എനിക്ക് ആർക്കെങ്കിലുമൊക്കെ ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ വിവരമൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ല നല്ല ഇതുപോലെയുള്ള എന്താ പറയുക കാക്ടസ് അതുപോലെയുള്ള ചെടികളൊക്കെ അവരുടെ അടുത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കുറേ ചപ്പ് ചവറൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് നമ്മൾ ഈ പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ കിച്ചണിൽ എവിടെ വെക്കണം തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ക്ലേ ബോൾസ് ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം എപ്പോഴും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട വരില്ലല്ലോ, ഒരു ഈർപ്പം മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് ആ കുട്ടി പ്രത്യേകിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ ഒഴിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്കും ചെറിയ കുഞ്ഞു ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റിയതും പിന്നെ അതുപോലെ നമുക്കും വൈകുന്നേരത്തോ രാത്രിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ പീസിൻ്റെ പച്ച ഗ്രീൻ പീസാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇത് എപ്പോഴും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രോസൺ ഒക്കെ വാങ്ങി വെക്കുന്നത്. അത് നന്നായിട്ട് എല്ലാം നന്നാക്കി എടുത്തതിന് ശേഷം നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് വേവിക്കാനും വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് അഗാരോൻ്റെ കെറ്റിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇതുപോലെ മുട്ട പുഴുങ്ങാനും അതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി കെറ്റിലാണ് കേട്ടോ. അപ്പോൾ താഴെ ഞാൻ മുട്ട പുഴുങ്ങാനും ഇട്ടിട്ടുണ്ട്. മുകളിൽ അതുപോലെ നമ്മുടെ വെജീസൊക്കെ വേവിച്ചെടുക്കാനായിട്ടും പറ്റും. എന്നിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് ഞാൻ നേരെ ബെഡ്റൂമിലേക്കാണ് പോയത്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നന്നായിട്ട് അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ചേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ റൂം AC ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. മറ്റേ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക്. നമ്മുടെ സ്കിന്ന് വന്നിട്ട് പിമ്പിൾസ്, ആക്നെ, ഡാർക്ക് സ്പോട്ട്സ്, റിങ്കിൾസ് ഒന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഡെയിലി നമ്മൾ അതൊരു റൊട്ടീനായിട്ട് തന്നെ വെക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല സ്കിന്നിൽ സിറം ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സംഭവം. ഗ്രോയിങ്ങിന്റെ ഫേസ് വാഷും അതേപോലെ സിറവും കേട്ടോ. ഇത് നല്ല അടിപൊളി ക്യൂട്ട് പാക്കേജിങ്ങിലാണ് വരുന്നത്. അതുപോലെയാണ് വരുന്നത്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് നമ്മുടെ ഒറിജിനൽ ടെർമറിക്കിന്റെയും അതുപോലെ അലോവേറേന്റെയും എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് ബ്രഷ് കണ്ടില്ലേ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഫോം എങ്ങനെയാ വരാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു യെല്ലോ കളറിലാണ് ഉണ്ടാവുക. കാരണം ഇത് വന്നിട്ട് ഫുൾ ആൻഡ് ഫുള്ളി നമ്മുടെ ആലോവേറയും അതുപോലെ ടെർമറിക്കും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ബ്രഷ് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു തണുപ്പും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡെഡ് സ്കിൻസ് അതുപോലെ ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്കിന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് നമുക്കും അടുത്ത ഫേസ് സിറം അപ്ലൈ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ ഒരു സിറം ആണ്. ഇത് വന്നിട്ട് ഇതിലും അതുപോലെ മഞ്ഞളിന്റെയും അതായത് ടെർമറിക്കിന്റെയും അലോവേറയുടെയും എക്സ്ട്രാക്ട് ഉണ്ടാ ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് വൈറ്റമിൻ സിയും കൂടിയുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ നോറിഷ് ചെയ്ത് ഭയങ്കര ഫ്രഷ് ആക്കി നിലനിർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് സ്റ്റിക്കി അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ കയ്യിൽ വേണമെങ്കിൽ എടുക്കാം. സ്കിന്നിലേക്ക് ഇതുപോലെ 2-3 ഡ്രോപ്സ് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് അതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിന്ന് അബ്സോർബ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. ഇതല്ലേ ഇതുപോലെ. ഇനിയിപ്പോ ഇതെങ്ങനെ വാങ്ങാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് പോകും. അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു കോംബോ പാക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, അതുപോലെ ഉണ്ടാവും. നേരെ എടുക്കുക, എന്നിട്ട് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ. അതുപോലെ വരും. ബൈ നൗ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. കയറി ചെക്ക് ചെയ്ത് നോക്കുക. അവരെ കസ്റ്റമർ കെയർ നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഒന്നും വരാതെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കും. ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തിൽ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ബാക്കിയുള്ള കുറച്ച് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വെജീസ് അത്യാവശ്യം നന്നായിട്ട് ഇതേതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പച്ചയായതുകൊണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് മല്ലിയില, കറിവേപ്പില എടുത്തിട്ടുണ്ട്. എൻ്റെ മല്ലിയില കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതാണ് ഇങ്ങനെ പിശുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങിയത് ഞാനൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് കാണാം. ഇത് കുറച്ച് ഹെൽത്തി റെസിപ്പിയാണ്. ചില ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണ്ടാന്ന് ഒഴിവാക്കാം, കാരണം ചിലപ്പോൾ ചിലർക്ക് കയ്പ്പ് അതൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താണ് ഞാൻ ഈ ഒഴിവാക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതേ മുട്ട പുഴുങ്ങിയതിൻ്റെ യെല്ലോ ഭാഗമില്ലേ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വൈറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബേബി നമ്മുടെ കൂടെ തന്നെ നിന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിശക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിട്ടിരിക്കുകയാണ്, നല്ല നന്നായിട്ട് കഴിക്കുള്ളൂ. പിന്നെ അതേ ഇതിലേക്ക് ഞാൻ അരിപ്പൊടി 2 സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുരിങ്ങയില്ലേ അല്ലേ, അതിൻ്റെ പൗഡറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ കുട്ടികൾ ഇതൊന്നും കഴിക്കുന്നത് അപൂർവമായിരിക്കും. അപ്പോൾ പിന്നെ ഇതുപോലെ പൗഡറാക്കി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക് എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കുക. ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബേബി ഫുഡായിട്ടാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പിട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കിഡ്നിക്ക് അത് ദോഷകരമാണെന്നാണ് കേട്ടോ പറയുന്നത് 1 വയസ്സിൻ്റെ ഉള്ളിൽ ഉപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ. കാരണം നമ്മുടെ പാലിൽ നിന്നൊക്കെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ശരീരത്തിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ദോഷമാണെന്നാണ് കേട്ടോ. നല്ല തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ നന്നായിട്ട് മാവ് പോലെ അരച്ചെടുക്കുക. കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനിത് അരച്ച് വെച്ചത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ രണ്ടും അല്ലാത്ത ഒരുപാട് പേസ്റ്റും ആക്കിയില്ല, ഒരുപാട് ഇങ്ങനെ കട്ടകട്ടായിട്ടും ആക്കിയില്ല, അതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ബട്ടർ മൊത്തത്തിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറേ വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. ഞാൻ ബേബിക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും ചേർക്കുന്നില്ല. നേരെ നമ്മുടെ പാനിലേക്ക് കുഞ്ഞു കുഞ്ഞു ദോശ പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർ വന്നിട്ട് അരിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് വലിയവർക്കാവുമ്പോൾ എന്ത് ചെയ്യാന്ന് പറയാം, അരിപ്പൊടി അതേപോലെ കൂടുതലാക്കിയിട്ട് ഗ്രീൻ പീസ് കുറവാക്കുക. ഞാനത് കുട്ടീൻ്റെ ആയതുകൊണ്ട് ഗ്രീൻ പീസ് കൂടുതലാക്കിയിട്ട് അരിപ്പൊടി കുറവാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മറിച്ചിടുക കേട്ടോ. ബട്ടർ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബട്ടർ. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു എന്താ പറയുക, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ ബട്ടറൊക്കെ. പിന്നെ അതേ നമ്മൾ നമ്മുടെ മോളുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്ലേറ്റ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ മിക്കവാറും ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുട്ട അതുപോലെ ചീകി കൊടുക്കുകയാണെങ്കിൽ മുട്ട കഴിക്കാത്ത കുട്ടികളും കഴിക്കും. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മോള് ഇതേപോലെ മുട്ട കഴിക്കില്ലായിരുന്നു, പക്ഷെ ഇത്ത കാണിച്ച പോലെ കൊടുത്തപ്പോൾ അവൾ മുട്ട കഴിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു കുറച്ച് ഉണക്കമുന്തിരി ചുടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ചുടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ള പോവും. ആ വെള്ളയോടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ദോഷമാണ്. അപ്പോൾ നന്നായിട്ട് കുറേ നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ റെസിപ്പി അതേ ബാറ്റർ തന്നെ അതിലേക്ക് ഞാൻ ഒരു മുട്ട ഒഴിച്ചതുപോലെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എരിവ് കൂട്ടുക, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇടാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു ഗൈസ്. സോ ഇങ്ങനെ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കാം. ഇൻഗ്രീഡിയൻസ് ആവുകൊണ്ട് പറയാൻ മറന്നത്. കുറച്ച് പാപ്രിക്ക പൗഡർ, പിന്നെ ഒരു മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അതുപോലെ എന്ത് സാധനം വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു പാൻ കേക്ക് ഇല്ലേ, അതുപോലെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലുള്ള മുരിങ്ങ പൗഡർ കൊണ്ട് ചെറുതായിട്ടൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളത് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും. പക്ഷെ മുരിങ്ങ പൗഡർ ഞാൻ മനഃപൂർവ്വം തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആവുന്നുണ്ട്. റനക്കുട്ടി ഇത് കരിയാതെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനിതേ ബേബിക്ക് ഫുഡ് കൊടുക്കാനും വേണ്ടിയിട്ട് ഹാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിക്ക് ഒരു പേരിടാം, ഗ്രീൻ പീസ് പാൻ കേക്ക് എന്ന്. എൻ്റെ ദോശ വന്ന സമയത്ത് ഞാൻ അവളെ ശ്രദ്ധിക്കാതെ ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പ്ലേറ്റ് തട്ടി മാറ്റിയത് കണ്ടോ. എനിക്കിതാ അമ്മി കഴിച്ചത് മതി എന്നും പറഞ്ഞ പോലെ ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചിലർ പറയുന്നത് കേൾക്കാം, ഈ കുട്ടികൾ എന്ത് കൊടുത്താലും കഴിക്കുന്നുള്ളത്. അത് നമ്മൾ കൊടുക്കുന്ന പോലെ ഉണ്ടാവും, പിന്നെ അങ്ങനെ എന്ത് കൊടുത്താലും കഴിക്കൂല. അവർ കഴിക്കുന്ന പോലത്തെ സംഭവമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതും. ചില സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചുച്ചുകുട്ടിയൊക്കെ നല്ല വാശിയാണ് കേട്ടോ, അവൾ കഴിക്കൂല. പിന്നെ അതേ ആൾ നന്നായിട്ട് അടിച്ചു വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം നമ്മുടെ റനക്കുട്ടിയും കൂടെ കഴിക്കുന്നുണ്ട്. അവൾക്ക് ഇതുപോലെയുള്ള ഹെൽത്തി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും അമ്മി ഇതുപോലെ ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദോശ, അവളുടെ കുഞ്ഞു ദോശ ഫുള്ളായിട്ട്, അതായത് ഗ്രീൻ പീസ് പാൻ കേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ മുട്ടയൊക്കെ കഴിച്ചു. പിന്നെ ഇതേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ AC മാറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ റനക്കുട്ടിക്ക് ഈ റൂം സ്വന്തമായിട്ട് വേണം, എന്നെ വെറുതെ ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട, 10ാം ക്ലാസ്സാണ്, എനിക്ക് പഠിക്കണം, രാത്രിയൊക്കെ എനിക്ക് പഠിക്കേണ്ടി വരും എന്നൊക്കെ ഭയങ്കര ഷോഫ് കാണിച്ച് അവൾ ഒരേ പ്രശ്നം ഉണ്ടാക്കലായിരുന്നു. അവസാനം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് AC മാറ്റി അപ്പുറത്തെ റൂമിൽ, നമ്മുടെ പുതിയ റൂമിലേക്ക്, ആ റൂമിലേക്ക് പുതിയ AC വെക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ AC തന്നെ ഊരിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. റനക്കുട്ടിക്ക് AC ഒന്നും വേണ്ട, അവൾക്ക് ഇഷ്ടമല്ല AC, തണുപ്പ് അധികം ഇഷ്ടമല്ല എന്നിട്ട് പിന്നെ അത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ്. പിന്നെ പാലക്കാട് ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ട് കുറേ നേരമൊക്കെ നമുക്ക് അങ്ങനെ കിടക്കാം. പിന്നെ രാത്രിയായ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, അങ്ങനെ AC മാറ്റിയതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല പണിയുണ്ടായിരുന്നു. വീട് ഫുള്ളും മണ്ണും പൊടിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുകയാണ്. AC മാറ്റിയതുകൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെറിയ കുട്ടികളുള്ള വീട് നമ്മൾ അടിച്ചു വാരേണ്ടി വരും. കാരണം എത്ര തന്നെ പറഞ്ഞാലും അവർ ഫുള്ളായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചിടുവേ. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് ചപ്പ് ചവറുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പാർസൽ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ അട്ടപ്പെട്ടികളും മൊത്തം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബേബീനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരി കുട്ടപ്പിയാക്കി വന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കുട്ടികളെല്ലാം സ്കൂളൊക്കെ വിട്ട് വന്നല്ലോ. അപ്പോൾ പിന്നെ അതേ ഞാൻ അവർക്ക് നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നഗറ്റ്സ് ഉണ്ടായിരുന്നു, ഫ്രോസൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഫുള്ളും റൗണ്ടായിട്ട് വന്ന് നിന്നിട്ട് നമ്മൾ പണി ചെയ്യാൻ വിടൂല. എണ്ണൻ്റെ പണിയായതുകൊണ്ട് മക്കളെ കിച്ചണിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ ആൾക്കാർ മണത്തറിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും റെഡിയായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഞാൻ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇതുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ചില സമയത്ത് നല്ല വിശപ്പായിരിക്കും. നമ്മളാണെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വിശന്നാൽ വാങ്ങിച്ച് കഴിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കുറച്ചെടുത്ത് ഇങ്ങനെ പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഒരു കവർ ഫുള്ളായിട്ടുണ്ടായിരുന്നതാണ്, അത്യാവശ്യം എല്ലാം കാലിയാക്കി ഇന്നത്തോടുകൂടെ. അത് ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഈ 2 വെച്ചിട്ട് ചിക്കൻ നഗറ്റ്സും പിന്നെ ഫിഷ് ഫിംഗറും ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. പിന്നെ ക്രാബ് ലോലിപ്പോപ്പും എല്ലാത്തിനും ഈ 2 വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ദേ കുറച്ച് സോസും കൂടെ ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും എന്തായാലും ഹയാൻകുട്ടൻ സോസ് ഇല്ലാണ്ട് കഴിക്കൂല, അപ്പോൾ അവൻ്റെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അറിയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ സോസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയില്ലല്ലോ. അങ്ങനെ ദേ 5 പേർക്കുള്ള പാത്രങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുച്ചുക്കുട്ടി ഇന്ന് പറഞ്ഞ പോലെ ഡ്രസ്സിൻ്റെ കളർ കണ്ടില്ലേ, ഇന്ന് ഫുള്ളും ഡ്രസ്സിലാണ് കളർ അടിക്കലുണ്ടായിരുന്നത്. ഞാൻ പോയി നോക്കുമ്പോൾ വല്ല കഥകളിക്ക് വേഷം കെട്ടിയ പോലെ ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇരുന്നു. പക്ഷെ റനക്കുട്ടി നന്നായിട്ട് ചീത്ത പറയട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷോർട്സിൻ്റെ വീഡിയോ എടുക്കലുണ്ടായിരുന്നു. ആ വീഡിയോ കാണുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കലുണ്ട് എന്തിനാ അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടുന്നത് അങ്ങനെ ഇങ്ങനെയെന്നുണ്ട്. ആക്ച്വലി അത് ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ഇടുന്നതാണ്, അല്ലാതെ നമ്മൾ മെനക്കെട്ട് വീട്ടിൽ ഇത് മേക്കപ്പ് ഒന്നും ഇടൂലല്ലോ. നമുക്ക് ആ വീഡിയോ അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് രാത്രിക്ക് ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് പുറത്തുനിന്ന് ദോശ റോസ്റ്റൊക്കെ കിട്ടുന്ന ഷോപ്പിൽ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷോർട്സിൻ്റെ ക്ലിപ്പ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ അടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ ഇത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെ 5 മിനിറ്റിൽ ഞാനും കുട്ടികളും എല്ലാം കൂടെ റെഡി ആയതാണ് കേട്ടോ. കാരണം അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 9:10 അവിടെ 9:30 ക്ലോസ് ചെയ്യും. പിന്നെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അപ്പോൾ അങ്ങനെ വേഗം റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ചുച്ചുക്കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്, പാട്ട് പാടുന്നതും എന്തൊക്കെയോ ആൾ പറയുന്നുണ്ട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എന്താ ഓർഡർ ചെയ്തത്,
എനിക്ക് നെയ് റോസ്റ്റ് പറഞ്ഞു. പിന്നെ ഹയാനും റനക്കുട്ടിയും മസാല റോസ്റ്റ് കഴിച്ചു. പിന്നെ തൈര് വട വാങ്ങിച്ചു. പിന്നെ നോക്കിയപ്പം ഇച്ചു ബേബിക്ക് ഇഡലിയും കൊടുത്തു. ബാക്കി 2 കിട്ടിയില്ല. അപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ പോയി ഇഡലിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഇച്ചു ബേബി അപ്പുറത്തുള്ള ആളുടെ പ്ലേറ്റിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ആന്ന് കാണിച്ചിട്ട് ഇങ്ങനെ അവരുടെ പുറകിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചു. പിന്നെ ഇവരെ കൊണ്ട് പുറത്ത് പോകുന്നത് ഭയങ്കര കഷ്ടമാണ്. ഞാൻ അധികം അങ്ങനെ പോകാറില്ല. കാരണം നിലത്തൊക്കെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കരയായിരുന്നു കേട്ടോ. ഹേസു ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ബാക്കി ഫുഡ് പോലും കഴിക്കാനിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കുറച്ച് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രോയിങ്ങിന്റെ ഈ 2 പ്രൊഡക്ട്സ്, ഫേസ് വാഷും അതായത് ഫോം ഫേസ് വാഷും അതുപോലെ ഈ ഒരു ഫേസ് സിറം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ വാട്സപ്പ് കസ്റ്റമർ കെയർ നമ്പറും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് നമ്മുടെ സ്കിന്നിന് നല്ല യൂസ്ഫുൾ ആണ്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയും റിഫ്രഷിംഗ് ആയിട്ടിരിക്കും. അതുപോലെ ആന്റി ഏജിങ് ആയിട്ടും പ്രവർത്തിക്കും കേട്ടോ. ഇത് ഫേസ് വാഷ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. അതിനുശേഷം ഈ സിറവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.